പെരുന്നാൾ ആഘോഷത്തിനിടയിലും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തിരക്കിലാണ് LDF സ്ഥാനാർത്ഥിയും മുൻ മന്ത്രിയുമായ AC മൊയ്തീൻ. ഇടതുപക്ഷത്തിന് വലിയ അടിത്തറയുള്ള മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത് എങ്കിലും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഗൗരവമില്ലാതെ കാണുന്നില്ലെന്നാണ് AC മൊയ്തീൻ പറയുന്നത്. സ്ഥാനാർത്ഥിയായി തനിക്ക് വീണ്ടും അവസരം ലഭിച്ചത് പ്രത്യേക പരിഗണനകളുടെ ഭാഗമായല്ല. വിശ്വാസവഞ്ചന കാട്ടാതെ പറഞ്ഞ വാക്കുകൾ പാലിച്ച തന്നെ ജനങ്ങൾ കൈവിടില്ലെന്നാണ് പ്രതീക്ഷയെന്ന് മൊയ്തീൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. തൃശൂർ കുന്നംകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മുൻ മന്ത്രിയാണ്, കുന്നംകുളത്തിൻ്റെ 2 ടൈമുകളിലായി MLA ആണ് AC മൊയ്തീൻ. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്. ആവേശകരമായ ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. താങ്കളെ സംബന്ധിച്ചാണെങ്കിലും കുന്നംകുളത്ത് 3ാമത് മത്സരിക്കാനുള്ള അവസരം പാർട്ടി തന്നിരിക്കുന്നു. എത്രമാത്രം ആത്മവിശ്വാസത്തോടെയും ആവേശത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്? എൻ്റെ ആത്മവിശ്വാസമല്ല, ഈ നാടിൻ്റെ ആത്മവിശ്വാസമാണ്. കാരണം 10 വർഷക്കാലമായി കേരളത്തിലൊരു ഗവൺമെൻറ് ഉണ്ടായതുകൊണ്ട് അതിൻ്റെ നേട്ടങ്ങൾ അനുഭവിച്ചൊരു നാടാണത്. എല്ലാ മേഖലയിലും നാട്ടുകാരുടെ ആഗ്രഹത്തിന് ഒത്ത് സമഗ്രമായ വികസനത്തിലേക്ക് എത്താനായിട്ടുണ്ട്. ഇനിയും ഞങ്ങൾക്ക് പൂർത്തീകരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിന് ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഏർപ്പെടുകയാണ്. ജനങ്ങൾക്കിടയിലുള്ള പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കുള്ള ആവേശമാണ് എനിക്കുള്ളത്. പെരുന്നാൾ രാവിലെ വീട്ടിൽ ആഘോഷിക്കാമല്ലോ. എൻ്റെ വീട്ടിൽ ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ. നാട്ടുകാർ കുറച്ച് പേര് വന്ന് രാവിലെ അത് കഴിഞ്ഞ് ഇറങ്ങി. പ്രധാന എതിരാളി തൃശ്ശൂർ ജില്ലക്കാരനല്ല, മലപ്പുറംകാരനായ ഒരാളാണ് അദ്ദേഹം. താങ്കളാണെങ്കിൽ വർഷങ്ങളായി ഇതേ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് ജനപ്രതിനിധിയായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാണെന്ന് കരുതുന്നുണ്ടോ? അല്ല, തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഒരിക്കലും ഒരു വളരെ ലഘുവായി ലാഘവത്തോടു കൂടി കാണേണ്ട ഒന്നായിട്ട് ഞാൻ കരുതുന്നില്ല. ജനങ്ങൾക്കിടയിലേക്ക് ഞങ്ങളുടെ സന്ദേശമാകണം. അതിനെതിരാളി ആരും എന്നുള്ളത്, ജില്ലക്കാരനാണോ അല്ലയോ എന്നുള്ളതൊക്കെ അതൊക്കെ ഓരോ മുന്നണിയുടെ പ്രശ്നങ്ങൾ. അതിലൊന്നും നമ്മൾ തർക്കം ഉണ്ടാക്കേണ്ട കാര്യമില്ല. പക്ഷേ ലഘുവായി കാണേണ്ടതൊന്നല്ല. ഞങ്ങൾ ഈ 10 വർഷക്കാലം ചെയ്ത പ്രവർത്തനം അത് ക്ഷേമ പദ്ധതിയുണ്ട്, വികസന പദ്ധതിയുണ്ട്. എല്ലാ വോട്ടർമാരിലേക്കും എത്തിക്കുക എന്നുള്ളത് ശ്രമകരമായൊരു ദൗത്യമായിട്ട് ഞങ്ങൾ കാണണം. ആ പ്രവർത്തനം ഞങ്ങൾ ഏറ്റെടുക്കുക. ആ പ്രവർത്തനം ഏറ്റെടുക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മാത്രമല്ല, അല്ലാത്ത സമയത്തും ഞങ്ങൾ ജനങ്ങളുടെ കൂടെയുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയ വികസന കാര്യങ്ങൾ ജനങ്ങളുടെ അംഗീകാരം നേടാൻ വേണ്ടിയുള്ള സ്ഥാനാർത്ഥികളെയാണ് എല്ലാ മണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യം നിശ്ചയിച്ചിട്ടുള്ളത്. LDF തെരഞ്ഞെടുപ്പിന് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ചില മുദ്രാവാക്യങ്ങൾക്കപ്പുറം വ്യക്തിപരമായോ അല്ലെങ്കിൽ കുന്നംകുളത്തിൻ്റെ ജനപ്രതിനിധിയുള്ള നിലയിലോ ഇവിടുത്തെ ജനങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ടാകും. പുതിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കാർഷിക വ്യാവസായിക മേഖലയിലെ വളർച്ചയും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും അതിലൊന്നും ഇനി കുന്നംകുളം. അവസാനമായൊരു ചോദ്യം, സ്ഥിരം ക്ലേശ ചോദ്യമാണ് പോലും എത്ര മാത്രം ഭൂരിപക്ഷത്തിൽ ജയിക്കാനാകും? കുന്നംകുളം ഇടതുപക്ഷത്തിന് ഉറച്ച കോട്ടകളിലൊന്നായതുകൊണ്ട് കൂടിയാണ് ചോദ്യം. അല്ല, ആ ചോദ്യത്തിന് അർത്ഥമില്ല. വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കും. ജനങ്ങളാണ് എല്ലാവരുടെയും വിധികർത്താക്കൾ. ഞാൻ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തിട്ടുണ്ട്. ജനങ്ങളെ വഞ്ചിച്ചിട്ടില്ല. പറഞ്ഞ കാര്യങ്ങളോട് സത്യസന്ധമായി പെരുമാറാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ ജനങ്ങൾ വിലയിരുത്തട്ടെ. അവരാണ് ഭൂരിപക്ഷം വലുതോ ചെറുതോ എന്ന് തീരുമാനിക്കുന്നത്. വിധികർത്താവ് ഞാനല്ല, ജനങ്ങളാണ്. പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട്, മോശമല്ലാത്ത ഭൂരിപക്ഷത്തിന് ഈ രാജ്യത്തെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്വീകരിക്കും എന്ന്. വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ. നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് മുതൽക്കൂട്ട്. കുന്നംകുളത്തെ ജനത ആ വിശ്വാസം ഏറ്റെടുത്തുകൊണ്ട് വീണ്ടും LDF പ്രതിനിധിയെ നിയമസഭയിൽ എത്തിക്കുമെന്ന് തന്നെയാണ് AC മൊയ്തീൻ നമ്മളോട് പറയുന്നത്. ക്യാമറമാൻ രാഹുലിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.